ഞാൻ പഠിപ്പിച്ച നിങ്ങളെ പോലെ എൻ്റെ മുമ്പിലിരുന്ന നിങ്ങളിരുന്ന ബെഞ്ചുകളിലിരുന്ന ആ ക്ലാസ് മുറിയിലിരുന്ന ഒരു സാധാരണ പാവപ്പെട്ട ഒരു മിടുക്കനായ വിദ്യാർത്ഥി, അതാണ് സെബിൻ. ആ സെബിൻ ഇന്ന് ഇവിടെ ഇന്ന് ഈ വിശിഷ്ടാതിയായിട്ട് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നു. അത് ഒരു ദിവസം കൊണ്ട് വെറുതെ വീണ് കിട്ടിയ ഭാഗ്യമാണെന്നൊന്നും ആരും കരുതരുത്. നിങ്ങൾക്ക് നാളെ ഇങ്ങനെ വെറുതെ വന്നിരിക്കാമെന്നും കരുതരുത്. അതിൻ്റെ മുമ്പിൽ ഒരുപാട് ശ്രമങ്ങളുണ്ട്, ത്യാഗങ്ങളുണ്ട്, പോയ വഴികളുണ്ട്. അതെല്ലാം നിങ്ങൾ അറിയണം. അത് സെബിൻ പറഞ്ഞല്ലോ, 2018 ഇവിടെ നിന്ന് കഴിഞ്ഞു, 2020 PG കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5 വർഷം 4 വർഷം ആയിട്ടുള്ളൂ. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ സെബിൻ പോയ വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളത്, ആ വഴികൾ ഇപ്പോഴും തുറന്നു കിടപ്പുണ്ട്. ആ വഴികളിലൂടെ നിങ്ങൾക്കും പോകാം. അതിനുള്ള ആഗ്രഹം ഉണ്ടായാൽ മതി, അതിനുള്ള ശ്രമം ഉണ്ടായാൽ മതി. അപ്പോൾ അതിനുള്ള എല്ലാവിധ വഴികളും സെബിൻ നിങ്ങൾ കാണിച്ചു തരുമെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളും 2025 ഇത് വർഷമാണ്. 2030 സെബിൻ എന്നീ വഴി കസേരയിരിക്കുന്നത് പോലെ നിങ്ങളിൽ ഓരോരുത്തരും 2030-ലോ 31-ലോ നിങ്ങളെ ഞാനിവിടെ വിളിച്ചു വരുത്തണം. എന്നിട്ട് നിങ്ങൾ അഭിമാനത്തോടെ സെബിൻ ഇപ്പോൾ ഇരിക്കുന്ന പോലെ ഇവിടെ വന്നിരിക്കണം. ഞാനിവിടെ പഠിച്ചു പോയ വിദ്യാർത്ഥിയാണ്, നിങ്ങളെ ഞാൻ ശിഷ്ടാദിയായിട്ട് ഇവിടെ വിളിച്ചു വരുത്താവുന്ന രീതിയിലേക്ക് നിങ്ങൾ വരണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ഇവിടെ നടത്തുക. അപ്പോൾ അത് പരമാവധി ഉപയോഗിക്കുക. നിങ്ങൾക്കുള്ള സംശയമെല്ലാം ടീച്ചർ പറഞ്ഞതുപോലെ ഒരു ചേട്ടൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് സെബിനോട് ചോദിക്കാം. ഞാൻ സെബിനോട് പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ സംശയങ്ങൾ ചോദിക്കും. സെബിൻ പോയ വഴികൾ എങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, ജീവിതാനുഭവങ്ങളൊക്കെ അത് പങ്കുവെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ അവസരം പരമാവധി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ന് ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വിടുന്ന സെബിന് ഞാൻ പറഞ്ഞ പോലെ, ടീച്ചർ പറഞ്ഞതുപോലെ അവരെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകൻ എന്ന നിലയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സിനുള്ള നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. സെബിൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നു. നമ്മുടെ നിങ്ങളുടെ കുട്ടികളുമായിട്ട് സംവദിക്കാനുള്ള സമയം കണ്ടെത്തി. അതിനൊക്കെ ഒരുപാട് നന്ദി ഞാൻ സെബിനോട് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരിക്കൽ കൂടി ഞാൻ പറയുക, ഇത് വെറുതെ ഒരു 2 മണിക്കൂർ ഇരുന്ന് AC ഇരുന്ന് കേട്ടിട്ട് പോകാനുള്ള ഒരു സെഷനായിട്ട് കരുതരുത്. അങ്ങനെ കരുതുന്നുണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല, നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലോ MG യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അതിനുള്ള അവസരങ്ങൾ കിട്ടും. ഒരുപക്ഷെ അമേരിക്കയിൽ നിന്നോ ജപ്പാനിൽ നിന്നോ യൂറോപ്പിൽ നിന്നൊക്കെ വരുന്ന റിസോഴ്സ് പേഴ്സൺസ് ഇപ്പോഴും നിങ്ങളുടെ അവൈലബിളായിട്ട്. നമ്മുടെ ഇവിടെ വല്ലപ്പോഴുമാണ് ഇങ്ങനെയുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടുക. അതും നമ്മുടെ ഒപ്പം തന്നെ പഠിച്ച നമ്മുടെ തന്നെ വിദ്യാർത്ഥികൾ തിരിച്ചു വരിക എന്ന് പറയുന്നത് നമുക്ക് വളരെ ചുരുക്കം കിട്ടുന്നൊരു ഭാഗ്യം. അപ്പോൾ ആ ഭാഗ്യം നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക. നിങ്ങളുടെ സംശയങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ സെബിൻ ചേട്ടനോട് എനിക്ക് പറയാൻ തോന്നും, സെബിൻ ചേട്ടനോട് ചോദിക്കുക. സെബിൻ പറ്റാവുന്ന രീതിയിലൊക്കെ മറുപടി തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ അവസരം പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതിനുവേണ്ടി എടുത്ത അഞ്ജലി ടീച്ചറും സെബിനും നമ്മളുടെ ബന്ധമായിരിക്കുന്ന മനസ്സിലാവും. അപ്പം അങ്ങനെ ഒരു ബന്ധത്തിൻ്റെ പുറത്തു കൂടിയാണ് സെബിൻ എന്ന് വന്നേക്കുന്നത് ഞാൻ മനസ്സിലാക്കും. അപ്പോൾ അതിനോട് നന്ദി അഞ്ജലി ടീച്ചറോട് ഞാൻ പറയുന്നു. എന്നിട്ട് ഈ പ്രോഗ്രാമിൽ വന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ അവസരം നന്നായി ഉപയോഗിക്കുക എന്നുള്ള ഒരു ആഗ്രഹം കൂടെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് രാവിലെയൊക്കെ പോയി വെറുതെ ക്ലാസ് ഒക്കെ കേട്ടിങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു. നിങ്ങൾക്ക് അതൊന്നും വേണ്ടാന്ന് വെച്ച് ഇവിടെ ഇങ്ങനെ ഒരാളുടെ ടോക്ക് കേൾക്കാൻ വേണ്ടി ഇവിടെ വന്ന എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ നന്ദി പറയും. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നത് ഞാൻ ആക്ച്വലി ഐ ആം ക്വൈറ്റ് പ്രിവിലേജ്ഡ് ആൻഡ് ഓണേർഡ് ടു ബി ഹിയർ. ടീച്ചർ സാറിന് ഒരുപാട് നല്ല വാക്കുകൾ എന്നെ പറ്റി പറഞ്ഞു. ഐ ഡോണ്ട് നോ ഇഫ് ഐ ഡിസേർവ് ദാറ്റ് മച്ച്, ബട്ട് ഐ ആം റിയലി ഹാപ്പി ആൻഡ് ഐ താങ്ക് ഡിപ്പാർട്ട്മെന്റ് ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. നിങ്ങളെ റിസർച്ചിന് വേണ്ടി മോട്ടിവേറ്റ് ചെയ്യണം എന്നാണ് സാറിൻ്റെ അടുത്ത് പറഞ്ഞത്. ഐ ഡോണ്ട് നോ ഹൗ ടു ഡു ദാറ്റ് ടു ബി ഓണസ്റ്റ്. എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളിൽ എത്ര പേർക്ക് ഫിസിക്സ് പഠിച്ചതിന് ശേഷം ഗവേഷണം ചെയ്യണം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ശാസ്ത്രം സത്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം, ലോകത്തിന് ഒരു നോളജ് സമ്പാദിച്ചു കൊടുക്കണം എന്ന ആഗ്രഹമുണ്ട്? ഒന്ന് കൈവെക്കാം. ഇപ്പോ ഞാൻ ഈ ക്ലാസ്സിന് ശേഷം ഒരാളുടെ കൂടി കൈ ഉയർന്നാൽ ഞാൻ അതൊരു സക്സസ് ആയിട്ട് കണക്ക് കൂട്ടും. ഓക്കെ, അത്രയും പേര് എനിക്ക് ആഗ്രഹമുള്ളൂ. ഞാൻ നിങ്ങളോട് ഇന്ന് എന്ത് സംസാരിക്കുന്നത് കുറെ നാളെ ഞാൻ പറഞ്ഞില്ല. കഴിഞ്ഞ വർഷമാണ് ലില്ലി ചേച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത് അച്ചടിനെ. ലില്ലി ചേച്ചി എൻ്റെ അടുത്ത് പറയാം. അന്ന് മുതലേ ഞാൻ ഇങ്ങനെ ആലോചിക്കാണ് എന്ത് പ്രോഗ്രാം നിങ്ങൾക്ക് തരണം. ഞാൻ എൻ്റെ റിസർച്ചിനെ പറ്റി പറയണമെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്കറിയാം, ഒരു PhD എന്ന് പറയുമ്പോൾ അത് വളരെ സ്പെസിഫിക് ആയിട്ട് പ്രോബ്ലത്തിൽ ഞാൻ 3 വർഷം 4 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്.
ഒരു പക്ഷേ ഇത്രയും വൈഡ് ആയിട്ടുള്ള ഓഡിയൻസിന് അത് അത്ര ഫീസിബിൾ ആയിരിക്കില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വളരെ ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് ആക്ച്വലി ഇത് പറയാൻ പോകുന്നത്. ഇത് എൻ്റെ റിസർച്ച് ടോപ്പിക് അല്ല, ഇത് ഞാൻ പഠിച്ച ഫിസിക്സുമാണ്. ആക്ച്വലി ഇത് ജിയോളജിയാണ്. ജിയോളജിയും ജിയോളജിയുടെയും ഫിസിക്സിന്റെയും മധ്യത്തിൽ നിൽക്കുന്ന ഒരു ഫീൽഡാണ് ജിയോഫിസിക്സ്. ഓക്കെ, അപ്പോൾ എൻ്റെ ടോക്ക് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് ദ പ്ലേറ്റ് ടെക്ടോണിക്സ്, ദ തിയറി ദാറ്റ് എക്സ്പ്ലെയിൻസ് ഇറ്റ് ഓൾ. എല്ലാത്തിനെയും വിശദീകരിക്കാൻ സാധിക്കുന്ന ഫലകചലന സിദ്ധാന്തം. എല്ലാത്തിനെയും വിശദീകരിക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു സിദ്ധാന്തം ആരെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സ്കെപ്റ്റിക്കൽ ആവാറുണ്ട്. കാരണം നമ്മുടെ ചുറ്റുമുള്ളവര് എല്ലാം ഇത് ഉത്തരം പറയും എന്ന് പറഞ്ഞാൽ അത് മിക്കവാറും ഒരു സ്യൂഡോ സയൻസ് ആയിരിക്കും. പക്ഷെ ആ ജനറൽ ട്രെൻഡിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ചരിക്കുന്ന ചില തിയറികളുണ്ട്. വളരെ ഓവറാർച്ചിങ് ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില തിയറീസ്. അതിനൊരു ഉദാഹരണമാണ് ബയോളജിയിലെ തിയറി ഓഫ് എവല്യൂഷൻ. നമ്മളായിരുന്നു ഡിനോസറിൽ നിന്ന് എങ്ങനെ പരിണമിച്ച് ഇപ്പോൾ നമ്മൾ കാണുന്ന കോഴിയായി മാറിയതും ചെന്നായി എങ്ങനെ നായായെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ ചുറ്റുമുള്ള ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളുടെയും ജീവിത ശൈലികളും അവരുടെ രൂപഭാവങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ തിയറി ഓഫ് എവല്യൂഷനെ നമുക്ക് സാധിക്കും. അതൊരു ഓവർ ആർച്ചിങ് തിയറിയാണ്. അത്തരം തിയറികൾ ശാസ്ത്രത്തിൽ വേറാണ്. ഫിസിക്സിൽ ഒരു ഉദാഹരണമാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. നമ്മുടെ ചുറ്റും കാണുന്ന സകല ചലനങ്ങളെയും, എന്തിന് ബഹിരാകാശത്ത് ചന്ദ്രനിൽ കാല് തൊടാൻ പോയി മനുഷ്യൻ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് മതിയായിരുന്നു. ഐൻസ്റ്റീന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒക്കെ വളരെ സ്പെസിഫിക് കേസസിൽ മാത്രമാണ്. അങ്ങനെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തിയറിയാണ് പ്ലേറ്റ് ടെക്ടോണിക്സ്. അത് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്ന ടോപ്പോഗ്രഫികളെയും മലനിരകളെയും താഴ്വാരങ്ങളെയും കടലിന്റെ എന്താ പറയാ ഓഷ്യൻ ഫ്ലോറിനെ അവിടെ കാണുന്ന ടോപ്പോഗ്രഫികളെയും നമ്മൾ എന്തിന് മനുഷ്യന്റെ പരിണാമം വരെ ഇന്ന് മനുഷ്യൻ ഏത് സ്ഥലത്തേക്ക് യാത്ര ചെയ്തു ആഫ്രിക്കയിൽ നിന്ന് വരെ നിശ്ചയിച്ചത് പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ നിന്നുണ്ടായ കോംപ്ലിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടായ അതുകൊണ്ടാണ് പോലെ പറയാം. അപ്പൊ അതിനെപ്പറ്റിയാണ് പഠനം ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. സോ ഓക്കെ, ഞാൻ ഇടുക്കിക്കാരനാണ്. പറഞ്ഞല്ലോ, ഇടുക്കി കഞ്ഞിക്കുഴിയിലാണ് എൻ്റെ വീട്. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ 3-4 പേരൻസിലൊക്കെ കൂടി ഒരു യാത്ര പോയി. അങ്ങനെ യാത്ര പോയപ്പോൾ എടുത്തൊരു പിക്ചറാണ് ഞാൻ ഈ പ്രൊജക്ടറിൽ ഇട്ടേക്കുന്നത്. ആക്ച്വലി ഞാൻ ഈ പിക്ചർ ഇടുന്ന ഒറ്റ കാരണമുള്ളൂ, ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു നിമിഷമെങ്കിലും നമ്മുടെ ഭൂമി എത്ര ബ്യൂട്ടിഫുൾ ആണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. ഈ കാണുന്ന ടോപ്പോഗ്രഫി, ഈ കാണുന്ന സൗന്ദര്യം നമുക്കായി എന്തുകൊണ്ട് ഭൂമിയിലുണ്ടായി, എന്തുകൊണ്ട് മലകളുണ്ടായി, എന്തുകൊണ്ട് താഴ്വാരങ്ങളുണ്ടായി, ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചിന്തിച്ചതിന് ഉത്തരം നിങ്ങൾക്കറിയാം? ആർക്കെങ്കിലും അറിയാം? ആർക്കും വളരെ എഴുന്നേറ്റ് പറയാം. വളരെ കാഷ്വൽ ആയിട്ട് കരുതിയാൽ മതി, വളരെ ഫോർമൽ ആയിട്ടുള്ള ടോക്കായിട്ട് കരുതുന്നുണ്ട്. ആർക്കും വളരെ എഴുന്നേറ്റ് പറയാം. ടോട്ടലി വേണം. ഓക്കെ, അറിയില്ലെങ്കിൽ അതിന് ഉത്തരം ഫലകചലന സിദ്ധാന്തം എന്നാണ്, അല്ലെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നാണ്. എന്താണ് പ്ലേറ്റ് ടെക്ടോണിക്സ്? നമ്മുടെ സ്കൂളുകളിലൊക്കെ സോഷ്യൽ സയൻസിന്റെ, ഞാൻ പഠിച്ച സമയത്ത് സോഷ്യൽ സയൻസിന്റെ ഏതോ ഒരു പാഠത്തിൽ ഒരു പേജ് മാത്രമായിരുന്നു പ്ലേറ്റ് ടെക്ടോണിക്സ്. നിങ്ങളൊക്കെ പഠിച്ച സമയത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് പ്ലേറ്റ് ടെക്ടോണിക്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാമോ? ആരെങ്കിലും ഒരാൾ എന്ന് പറയാം ഈ പോസ്റ്റുകൾ. ഓൾറൈറ്റ്, ദാറ്റ്സ് ഓക്കേ. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു അനാലജിയാണ്. ഭൂമി ഒരു മുട്ട പോലെയാണെന്നും മുട്ടയുടെ തോടിലാണ് നമ്മൾ താമസിക്കുന്നതെന്നും മുട്ടയുടെ തോട് പൊട്ടിയിരിക്കുന്നത് പോലെ പ്ലേറ്റ്സ് ഇങ്ങനെ പൊട്ടിയിരിക്കുന്നുണ്ടെന്നാണ് അല്ലെ. എന്നിട്ട് അവ പരസ്പരം മൂവ് ചെയ്യുകയും അവ കൂട്ടിയിരിക്കുകയും ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? മലകൾ ഉണ്ടാവുന്നത് അല്ലെ. അവ കൂട്ടിയിടിച്ച് ഒരെണ്ണം താഴേക്ക് പോകുമ്പോൾ എന്തുണ്ടാവുന്നു? മരിയാന ട്രെഞ്ചുകൾ പോലുള്ള അതിഭീമമായ ഗർത്തങ്ങൾ ഉണ്ടാവുന്നു അല്ലെ. അപ്പൊ ഇതൊക്കെ ഒരു ജനറൽ അനാലിസിസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എവിടെയൊക്കെയോ കേട്ട് മറന്ന ശാസ്ത്ര സിദ്ധാന്തം നമ്മൾ വളരെ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന ഒരു തിയറിയാണ് അല്ലെ. പക്ഷെ നിങ്ങൾക്കറിയാമോ, 5000 വർഷത്തെ മനുഷ്യന്റെ എഴുതപ്പെട്ട ചരിത്രത്തിൽ ആദ്യമായി ഈ സിദ്ധാന്തം പ്രപ്പോസ് ചെയ്യുന്നത് 1912 ആൽഫ്രഡ് വെഗ്നർ എന്ന ജർമ്മൻ സയന്റിസ്റ്റാണ്. നിങ്ങളുടെ മുത്തച്ഛൻ്റെ അച്ഛന്, നിങ്ങളുടെ മുത്തച്ഛന് നല്ല പ്രായമുണ്ടെങ്കിൽ നിങ്ങളുടെ മുത്തച്ഛന് ഈ മലകൾ ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചതിന് ഉത്തരമില്ല. പക്ഷെ നിങ്ങൾക്കുണ്ട്. ബിക്കോസ് വി ആർ സിറ്റിംഗ് ഇൻ ദ ഷോൾഡർ ഓഫ് ജയന്റ്സ്. വലിയ ഭീമമായ ശാസ്ത്രജ്ഞന്മാരുടെ ഷോൾഡറിൽ നിന്നാണ് നമ്മൾ ഈ ലോകത്ത് നോക്കി കാണുന്നത്. Actually, we are quite privileged to live in this era.
പക്ഷെ ആൽഫ്രഡ് വെഗനർ ഈ കണ്ടുപിടുത്തം ശാസ്ത്ര സമൂഹം അത്ര സന്തോഷത്തോടെ വ്യക്തം ചെയ്തെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്? അതിന് ഉത്തരം ഇല്ല എന്നാണ്. നമ്മൾ ഒരു ശാസ്ത്ര സത്യം മുമ്പോട്ട് വെക്കുമ്പോൾ അതിന് എല്ലാ കാര്യങ്ങളും നമ്മൾ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ ശാസ്ത്ര സമൂഹം അത് അക്സെപ്റ്റ് ചെയ്യില്ല. അത് തന്നെയാണ് സയൻസിന്റെ ബ്യൂട്ടി. പക്ഷേ ജർമ്മൻ സയന്റിസ്റ്റായ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ പ്ലേറ്റ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്? അദ്ദേഹത്തിന്റെ മനസ്സിലോട് പോയ തോട്ട്സ് എന്താണ് എവിഡൻസ്? നമ്മൾ സയന്റിസ്റ്റുകളാണ് അല്ലെ, നമ്മൾ സയൻസ് പഠിക്കുന്ന എല്ലാവരും സയന്റിസ്റ്റുകളാണ്. സയന്റിസ്റ്റുകൾ എങ്ങനെ ചിന്തിക്കുന്നത്? എവിഡൻസിന്റെ ബലത്തിലാണ് ചിന്തിക്കുക. നമുക്ക് തോന്നലുകളില്ല, നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ഇല്ല, നമുക്ക് വേണ്ടത് എവിഡൻസുകളാണ്. ഈ എവിഡൻസുകളിൽ നിന്നാണ് എന്തൊക്കെ എവിഡൻസുകളാണ് ആൽഫ്രഡ് വെഗനറിനെ അങ്ങനെ ഒരു തിയറി മുമ്പോട്ട് വെക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഒന്നാമത്തെ എവിഡൻസ് ആണ് ഫിറ്റ് ഓഫ് ദി കോണ്ടിനെന്റ്സ്. ഇത് നമ്മുടെ ഭൂമിയുടെ മാപ്പാണ്, ഒരു പ്രത്യേക പ്രൊജക്ഷൻ ആണ്. ഇനി നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുള്ളൂ. സൗത്ത് അമേരിക്ക എന്ന കോണ്ടിനെന്റ്, ആഫ്രിക്ക എന്ന കോണ്ടിനെന്റ്. സൗത്ത് അമേരിക്ക എന്ന കോണ്ടിനെന്റ് ആഫ്രിക്കയുടെ വെസ്റ്റ് സൈഡിൽ കീറിയെടുത്ത് എങ്ങോട്ട് വെച്ചതുപോലെ തോന്നുന്നുണ്ട്. ഒരു ഓഷ്യൻ നടുക്കിട്ടാണ് തോന്നുന്നുണ്ട്, ഒരു പേപ്പർ കയറുന്ന പോലെ നോക്കിക്കഴിഞ്ഞാൽ ഇല്ലേ? ഇത് ആരെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ട്? നമ്മൾ 10,000 പ്രാവശ്യമെങ്കിലും മാപ്പുകൾ കണ്ടിട്ടുണ്ട് അല്ലെ? ആരെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം നോട്ടീസ് ചെയ്തു. അതാണ് അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഈ കോണ്ടിനെന്റ്സ് എല്ലാം ഒരു പേപ്പർ കീറിയിട്ടത് പോലെയാണ്. അവയെല്ലാം ഒരു ജിക്സോ പസിൽ. എന്താണ് ജിക്സോ പസിൽ? മൊണാലിസയുടെ ഒരു പിക്ചർ നമ്മൾ ഈ പസിൽ ഇങ്ങനെ കൂട്ടി വെച്ചുണ്ടാക്കുന്ന സാധനമില്ലേ, ആ സാധനം പോലെയാണ് എന്ത് ഭൂമിയിലെ കോണ്ടിനെന്റ്സ് എന്ന് ആൽഫ്രഡ് വെഗനർ കണ്ടുപിടിക്കണം. നോക്കിക്കോ, ഇതാണ് എന്റെ പിക്ചർ. അപ്പൊ നമ്മൾ നോക്കണ്ടേ, സൗത്ത് അമേരിക്ക ആഫ്രിക്കയും ഒരുമിച്ചിരിക്കുന്നു, നോർത്ത് അമേരിക്ക യുറേഷ്യ ആയിട്ട് ഒരുമിച്ചിരിക്കുന്നു, ഇന്ത്യ കിടക്കുന്നത് സൗത്ത് പോളില്, നമ്മുടെ ഇന്ത്യ കിടക്കുന്ന സൗത്ത് പോളില്. ഓക്കെ, സോ ഈ ഒരു കോണ്ടിനെന്റിനെയാണ് സൂപ്പർ കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. ഏകദേശം 200 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, 20 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഇങ്ങനെയായിരുന്നു. ഇന്ന് മനുഷ്യനില്ല, പക്ഷെ ഭൂമി ഇങ്ങനെയാണ്. ഇതിനെ ഈ സൂപ്പർ കോണ്ടിനെന്റ് നമ്മൾ പാൻജിയ എന്ന് വിളിക്കുന്നു. അതിന്റെ ചുറ്റുമുള്ള ഓഷ്യനെ നമ്മൾ പാൻ തലാസ എന്നും ഇന്ന് വിളിക്കുന്നു. ഓക്കെ, അത് ഒന്നാമത്തെ എവിഡൻസ്. രണ്ടാമത്തെ എവിഡൻസ് ഫ്രം റോക്സ്, കല്ലുകളിൽ നിന്നുള്ള എവിഡൻസ്. നമ്മൾ ജിയോളജിയുടെ പുറത്തു നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരോട് നമ്മൾ പൊതുവെ ജിയോളജിസ്റ്റിനെ കളിയാക്കാറുണ്ട്. നിങ്ങൾ ബിഗ് ബാങ് കണ്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല, അതൊരു TV സീരീസ് ആണ്. അതിനകത്ത് ഇങ്ങനെ ഷെൽട്ടൺ കൂപ്പർ ഇടയ്ക്കിടയ്ക്ക് ജിയോളജിസ്റ്റുകളെ കളിയാക്കുന്നുണ്ട്. നിങ്ങൾ കല്ലുകളെ പറ്റി എന്ത് പഠിക്കുന്നു? കല്ലുകളെ പറ്റി എന്ത് പഠിക്കാനാണ്? പക്ഷെ കല്ലുകൾക്ക് ഒരുപാട് കഥകൾ പറയാനാണ്. നമ്മുടെ ഭൂമി ഉണ്ടായ അന്ന് മുതലുള്ള കല്ലുകളിൽ നിന്ന് റിസർച്ച് ചെയ്യുന്നത് കോണ്ടിനെന്റൽ ക്രസ്റ്റ്. ഈ കല്ലുകളിൽ നിന്നുള്ള പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് നോർത്ത് അമേരിക്കയുടെ ഈസ്റ്റ് സൈഡിൽ കാണുന്ന ഒരു മൗണ്ടനാണ് അപ്ലാഞ്ചിയൻ മൗണ്ടൻസ്. റൈറ്റ്, അപ്ലാഞ്ചിയൻ മൗണ്ടൻസ്. അതുപോലെ തന്നെ യൂറോപ്പിന്റെ നോർത്ത് വെസ്റ്റിൽ കാണുന്ന മൗണ്ടനാണ് കാലിഡോണിയൻ മൗണ്ടൻസ്. ഈ രണ്ട് മൗണ്ടൻസിലെയും കല്ലുകൾ ജിയോളജിസ്റ്റ് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അവ രണ്ടും ഒരേ പ്രായമുള്ളവയും ഒരേ കോമ്പോസിഷൻ ഉള്ളവയാണ്. വളരെ ബാഫിംഗ് ആയിട്ട് കണ്ടുപിടുത്തമായിരുന്നു. എന്തുകൊണ്ടായാലും സാധ്യമാകും കാണുന്ന കല്ലുകൾ എങ്ങനെ തുല്യമാകും? ഈ ചോദ്യത്തിന്റെ ഉത്തരം ആൽഫ്രഡ് വെഗനർ പറയുന്നത്, നോക്കൂ, ഇവ അകലെ ആയിരുന്നില്ല, ഇവ അടുത്തായിരുന്നു, അതിനുശേഷം ഇവ അകന്നു പോയതാണ് എന്നാണ്. അതാണ് രണ്ടാമത്തെ എവിഡൻസ്. മൂന്നാമത്തെ എവിഡൻസ് ഗ്ലേഷ്യർ ആൻഡ് ക്ലൈമാറ്റിക് എവിഡൻസ് ആണ്. ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലേഷ്യർ? കട്ടയിറക്കുന്ന മഞ്ഞ്, നല്ല പ്രായമുള്ള മഞ്ഞ് അല്ലെ? എന്നാൽ എങ്ങനെയാണ് ഗ്ലേഷ്യർ ഉണ്ടാകുന്നത്? നമ്മുടെ നാട്ടിൽ നല്ല തണുപ്പെന്ന് വിചാരിക്കാം, ഒരു മഞ്ഞ് വീഴുന്നു, സമ്മറിൽ മഞ്ഞ് വീഴുന്നു, വിന്ററിൽ മഞ്ഞ് വീഴുന്നു. മഞ്ഞ് ഉരുകി പോകുന്നതിന്റെ തോത് മഞ്ഞ് വീഴുന്ന തോതിനേക്കാൾ കുറവാണെങ്കിൽ അത് അവിടെ അക്യുമുലേറ്റ് ആവും, ഗ്ലേഷ്യർ ആവും. വെരി സിമ്പിൾ വെച്ച് എന്റെ പുറകെ കാണുന്ന ഒരു ഗ്ലേഷ്യറാണ്, അലാസ്കയിലുള്ള ഗ്ലേഷ്യറാണ്. ഞാൻ നെക്സ്റ്റ് ആണ് അവിടെ ഇരിക്കുന്നത്. ആ ഗ്ലേഷ്യറിന് ഒരു പ്രത്യേകത, ഗ്ലേഷ്യർ ഭയങ്കര റഗഡാണ്, അത് പുഴ ഒഴുകുന്ന പോലെ ഒഴുകുന്നുണ്ട് എന്നുള്ളതാണ്. 13 കിലോമീറ്റർ വരെ ഒരു വർഷം ഒഴുകുന്ന ഗ്ലേഷ്യർ ലോകത്തുണ്ട്. ഗ്രീൻലാൻഡിലാണുള്ളത്. ഇത് അലാസ്കയിലുള്ള ഗ്ലേഷ്യറാണ്. ഇത് 6 കിലോമീറ്റർ ഒക്കെ ഒഴുകുന്നുണ്ട് ഒരു വർഷം. ഈ ഗ്ലേഷ്യർ ഒഴുകുന്ന സമയത്ത് അത് പോകുന്ന പാറയിലെല്ലാം അത് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് അതുപോലെ തന്നെ ആ കല്ലുകളെല്ലാം വെതർ ചെയ്ത് ആ ഗ്ലേഷ്യറിന്റെ ആ കല്ലുകളെ ക്യാരി ചെയ്തുകൊണ്ടോ. ഞാൻ നിൽക്കുന്ന സ്ഥലത്തുണ്ടോ വലിയ ആന കല്ലുകൾ. ഈ ഗ്ലേഷ്യറിന്റെ അത്രയും ക്യാരിങ് കപ്പാസിറ്റി ഉള്ള വേറെ ഒരു എറോസിവ് ഏജന്റ് നാട്ടിലില്ല, ലോകത്തില്ല. അപ്പൊ ആ ഗ്ലേഷ്യർ കൊണ്ടുവന്ന കല്ലുകളാണ് എന്റെ ഈ ചുറ്റും കിടക്കുന്നത്. ഈ ഫോട്ടോ അത്ര ജസ്റ്റിഫൈ ചെയ്യുന്നില്ല ആക്ച്വലി, അത്ര നല്ല ഫോട്ടോ അല്ല. ഈ ഫോട്ടോ എടുക്കാൻ അത്ര സമയം കിട്ടില്ല. ബട്ട് ഇതിന്റെ ചുറ്റും ഒരുപാട് സെഡിമെന്റ്സ് ഇങ്ങനെ ഭീമാകരമായ കല്ലുകൾ
വളരെ ചെറുതാണ് ആക്ച്വലി, ഇങ്ങനെ ഗ്ലേഷ്യർസ് കൊണ്ട് ഇട്ടേക്കുന്നുണ്ട്. ഇതിനാണ് നമ്മൾ ഗ്ലേഷ്യർ ഡെപ്പോസിറ്റ്സ് എന്ന് പറയാം. ഈ ഗ്ലേഷ്യർ ഡെപ്പോസിറ്റിന്റെ പ്രസൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലുണ്ട് ഗ്ലേഷ്യർ ഡെപ്പോസിറ്റ്, സൗത്ത് ഇന്ത്യയിലുണ്ട് ഗ്ലേഷ്യർ ഡെപ്പോസിറ്റ്. മാത്രമല്ല ഗ്ലേഷ്യറിന്റെ ഫ്ലോ ഡയറക്ഷൻ സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്. ആരെന്നാണ് ബ്ലാക്ക് ആരമാണ്. ഓക്കെ, ഇതിന് എക്സ്പ്ലനേഷൻ ഇല്ല അൺലെസ് ഇന്ത്യ സൗത്ത് പോളിലായിരുന്നു. മൂന്നാമത്തെ എവിഡൻസ്. ഓക്കെ, ഇതുവരെ മനസ്സിലായോ? ഇതിന് സംശയമുണ്ടോ? ഓക്കെ, നാലാമത്തെ എവിഡൻസ് ഫോസിൽ എവിഡൻസ്. പാലിയോന്തോളജി എന്താണ്? പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ജീവികളെ പറ്റുന്ന പഠനം അല്ലെ? അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തി. മീസോസറസ് എന്ന് പറഞ്ഞ ജീവി, ഒരു മകര പോലത്തെ ജീവി, കടലിന്റെ തീരത്ത് താമസിക്കും. പക്ഷെ ഒരുപാട് നീന്താൻ കഴിയില്ല, ഒരുപാട് ദൂരം നീന്താൻ പറ്റത്തില്ല. ഈ പാലിയോന്തോളജി ഒക്കെ നോക്കി എല്ലുകാരുടെ നോക്കിയാണ് അവർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരുപാട് നീന്താൻ കഴിയില്ല സാധനത്തിന്, പക്ഷെ അതിന്റെ കരകളിലൂടെയൊക്കെ താമസിക്കും. പക്ഷെ ആ സാധനത്തിന്റെ ഫോസില് കാണുന്നത് സൗത്ത് അമേരിക്കയിലും ആഫ്രിക്കയിലും. രണ്ട് എൻവയോൺമെന്റൽ നീഷുകളിൽ ഒരേ ജീവി ഒരു കാരണവശാലും ഇവോൾവ് ആവില്ല. ഓക്കെ, അത് തിയറി ഓഫ് എവല്യൂഷന്റെ ബേസിക്സ് ആണ്. രണ്ട് വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളിൽ ഒരു കാരണവശാലും ഒരേ ജീവി ഉണ്ടാവില്ല. അവർക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരേ ജീവി രണ്ട് വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവ ഒരുമിച്ചിരുന്നു എന്നുള്ളതാണ്. ശാസ്ത്രജ്ഞന്മാരൊക്കെ എളുപ്പത്തിലൊന്നും വിശ്വസിച്ചില്ല കേട്ടോ. ചിലർ പറഞ്ഞു ഒരു ലാൻഡ് ബ്രിഡ്ജ് ഉണ്ടായിരിക്കാം. ഈ മനുഷ്യൻ നമ്മൾ സേതു മറ്റേ രാമൻ ശ്രീലങ്കയിലേക്ക് സൃഷ്ടിച്ച പോലെ എന്തെങ്കിലും ഒരു ബ്രിഡ്ജ് ഉണ്ടായി വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ സാധനം നീന്തി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാറപ്പുറത്തോ അല്ലെങ്കിൽ ഇവന്റെ വാഴയുടെ നെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിലൊക്കെ മണ്ട കയറി ഇരുന്ന് പുള്ളി ട്രാവൽ ചെയ്ത് കടൽ കടന്നായിരിക്കാം എന്നൊക്കെ ശാസ്ത്രജ്ഞന്മാരെ ഒത്തിരി തർക്കിച്ചു. പക്ഷെ ഇതാണ് സത്യം, ഇവ ഒരുമിച്ച് ഇരുന്നവയാണ് മുമ്പ്. എവിഡൻസ് നമ്പർ 4. കാരണം എന്താണ്? ഓക്കെ, കാര്യമൊക്കെ ശരിയാണ് വെക്കുന്നത്, നീ പറയുന്നതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എങ്ങനെയാണ് ഞങ്ങൾ ഈ താമസിക്കുന്ന കോണ്ടിനെന്റ്സ് ഇത്ര റിജിഡ് ആയിട്ടുള്ള? നിങ്ങൾക്കറിയാമോ, ഡെൻസിറ്റി കൂടുതലാണ് കേട്ടോ ഓഷ്യൻ ക്രിസ്റ്റിനെ നമ്മുടെ കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഓഷ്യൻ ക്രിസ്റ്റിലൂടെ എങ്ങനെയാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ് മൂവ് ചെയ്യുക? വാട്ട് ഇസ് ദ ഡ്രൈവിംഗ് മെക്കാനിസം? അതുകൊണ്ട് എങ്ങനെ പറഞ്ഞു? ഒരു പക്ഷേ ടൈറ്റൽ ഫോഴ്സ് ആയിരിക്കാം, ഒരു പക്ഷേ എർത്തിന്റെ റൊട്ടേഷൻ കൊണ്ടുണ്ടാകുന്ന ഈക്വേറ്റർ കൊണ്ടാകുന്ന പ്രത്യേക ഫോഴ്സ് ആയിരിക്കാം. പക്ഷേ ഫിസിസ്റ്റുകൾ എനിക്ക് ചെയ്തില്ല. ഫിസിസ്റ്റുകൾ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് കാൽക്കുലേഷൻ ചെയ്തു, പോരാ, അങ്ങനെയൊന്നും മൂവ് ചെയ്യില്ല. അദ്ദേഹം 1930 മരിച്ചു. അദ്ദേഹത്തിന് തിയറിയുടെ സക്സസ് കാണുന്നത്. അതിനുശേഷം കാലം ഒരുപാട് മുമ്പോട്ട് പോയതിനു ശേഷം മാത്രമാണ് സയന്റിഫിക് ലോകം ഈ തത്വം അംഗീകരിച്ചത്. ഇതൊരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇന്ന് ഞാൻ നിർമ്മല കോളേജ് വന്ന ഒരു ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ്, ഈവൻ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് പോലും വരാം. എങ്ങനെയാണ് മോഡൽസ് ഉണ്ടായിരുന്നത്? നമ്മൾ വളരെ ഈസി ആയിട്ട് പറയുന്നു, ഫലകചലന സിദ്ധാന്തം. പക്ഷേ ഇതാണ് അതിന്റെ ഹിസ്റ്ററി. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് മോഡേൺ സയൻസ് ഇത് അംഗീകരിക്കാൻ ഉണ്ടായ കാരണങ്ങൾ? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, ഒന്ന് എർത്തിന്റെ മാഗ്നറ്റിസം. എർത്തിന്റെ മാഗ്നറ്റിസം ഉള്ളത് എല്ലാവർക്കും അറിയാം. എർത്തിന് മാഗ്നറ്റിസം ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെല്ലാം യു റേഡിയേഷൻ അടിച്ച് പണ്ടേ തീർന്നു പറയാം. അപ്പോൾ എർത്തിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുന്ന സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കാണ്. ആ ഫ്ലക്സ് എർത്തിന്റെ ഇക്വറ്റോറിയൽ വരുമ്പോൾ പാരലലാണ്, പോസിറ്റീവ് വരുമ്പോൾ പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഫിഗർ നമ്പർ ബി നോക്കിയാൽ മതി, രണ്ടാമത്തെ ഫിഗർ അല്ലേ? സിമ്പിൾ ഇതേ ഉള്ളൂ. പിന്നെ വേറെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഈ മാഗ്നറ്റിക് നോർത്ത് പോളും ജിയോഗ്രഫിക് നോർത്ത് പോളും ഒരു സ്ഥലത്തല്ല അല്ലെ? അവ തമ്മിൽ എത്രയുണ്ട്? ഡിഗ്രി 11.3 ഡിഗ്രി ഇൻക്ലിനേഷൻ ഉണ്ട് അല്ലെ? ചെറിയ ആംഗിൾ. അച്യുതന്റെ ചെരിഞ്ഞിരുന്ന് കറങ്ങുന്ന ഭൂമി അല്ലെ? ഓക്കെ, അപ്പൊ ഈ മാഗ്നറ്റിക് നോർത്ത് ആക്ച്വലി ഒരു സ്ഥലത്തല്ല, അത് പല സ്ഥലങ്ങളിലേക്ക് വാണ്ടർ ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് പോളാർ വാണ്ടറിംഗ് എന്ന് പറയുന്നത്. 1904 കാനഡയുടെ അടുത്തായിരുന്നു എന്ത്? മാഗ്നറ്റിക് നോർത്ത്. ഇപ്പൊ എവിടെയായി? 2015 ഉത്തര ധ്രുവത്തിന് അടുത്തെത്തി. 2015 പുസ്തകം എഴുതിയത്, അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ടുള്ള കേട്ടോ. അതിന്റെ പുസ്തകം പുതിയ വേർഷൻസ് ഉണ്ട്, എൻ്റെ അതുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി രണ്ട് കുറച്ച് ഫാക്ട്സ് ആണോ എർത്തിന്റെ മാഗ്നറ്റിസത്തെ പറ്റിയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണ്. ഇതിന്റെ ഈ കാര്യങ്ങളൊക്കെ ചിലതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, നമ്മളിപ്പോ പറയുന്നു എർത്തിന്റെ മാഗ്നറ്റിക് നോർത്ത് പോള് ജിയോഗ്രഫിക് നോർത്ത് പോളിന്റെ അടുത്താണ്. ആക്ച്വലി അങ്ങനെ ആയിരുന്നു അല്ലായിരുന്നു എന്നുള്ളതാണ്. എർത്തിന്റെ മാഗ്നറ്റിക് നോർത്ത് പോള് സൗത്ത് പോളിലായിരുന്നു. എത്ര വർഷം മുമ്പാണ് ഞാൻ പറഞ്ഞത്? മില്യൺ വർഷങ്ങളിലെ കണക്കാണ്. ഓക്കെ, സൗത്ത് പോളിലായിരുന്നു. കഴിഞ്ഞ 83 മില്യൺ വർഷത്തിനോടിടയ്ക്ക് 184 തവണ ഈ പോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തിട്ടുണ്ട്. നോർത്ത് പോളിൽ പോകും, സൗത്ത് പോളിൽ വരും, നോർത്ത് പോളിൽ പോകും, സൗത്ത് പോളിൽ വരും. ഇതിനെന്താണ് വിളിക്കുന്നത്?
മാഗ്നറ്റിക് പൊളാരിറ്റി റിവേഴ്സൽസ്. ഓക്കെ, ഇത് വളരെ ഇറഗുലർ ആയിട്ടുള്ള ഫിനോമിനയാണ്, ഇത് എപ്പോഴും ഇല്ല. ചില സമയത്ത് 25,000 വർഷത്തിൽ നടക്കാം, ചിലപ്പോൾ 30 മില്യൺ വർഷം എടുക്കും. ഓക്കെ, ആവറേജ് ഒരു 45,000 വർഷത്തിൽ എന്ത് ചെയ്യും, ഈ സാധനം ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി 0 ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, 0 ആയി പോയാലുള്ള പ്രശ്നം എന്താ, നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല അല്ലേ, UV റേഡിയേഷൻസ് വരും. ഇപ്പോഴത്തെ സാറ്റലൈറ്റ് സ്റ്റഡീസ് പറയുന്നത് ഓരോ 10 വർഷത്തിലും 5% മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്ര വർഷം കൊണ്ട് മുഴുവൻ പോകും അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നോക്കിയാൽ മതി. ഇതൊരു ഹൈപ്പോത്തസിസ് ആണ്, ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. ഡൂംസ്ഡേ ഫിലോസഫി ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞത് ആരോടും പറയരുത്. ബട്ട് നമ്മൾ നമ്മുടെ നാടിന്റെ അതിന്റെ മുമ്പ് നമ്മുടെ ഭൂമിയെ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് കൊന്നില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവാമെന്ന് മാത്രം ഞാൻ പറയുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പിന്നെ നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം എനിക്ക് നിങ്ങൾ നോക്കേണ്ടത് ആ റൈറ്റ് സൈഡിലെ ഫിഗറിലേക്കാണ്. ഓക്കെ, അതെന്താണ്, ഒരു വോൾക്കാനോ അല്ലെ, വോൾക്കാനോയിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു, മോൾട്ടൺ ആയിട്ടുള്ള റോക്ക് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് അവ ഇങ്ങനെ ലെയർ ആയിട്ട് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വരിക. ഓക്കെ, മാഗ്നറ്റിക് പൊളാരിറ്റി റിവേഴ്സൽസ് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ മാഗ്നറ്റ് ഒരു സാധനമുണ്ട്, മാഗ്നറ്റൈറ്റ്. എന്താണ് സാധനം, അയണിന്റെ ഒരു ഓറാണ്, കാന്തിക ശക്തിയുള്ളതാണ്. ഓക്കെ, ഈ കാന്തിക ശക്തിയുള്ള ഓറ് അന്നേരത്തെ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് അലൈൻ ചെയ്യും. ഉരുകിയ സാധനത്തിലാണ് അലൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഉരുകി കഴിഞ്ഞ സാധനം മാഗ്മ ഉറച്ചു കഴിഞ്ഞാൽ റോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെ മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഈ കാഴ്ച നമ്മളൊരു ഡ്രില്ല് ചെയ്ത് ഫുള്ള് വോൾക്കാനിക് സാധനം എടുത്തിട്ട് നമ്മുടെ ഒരു മാഗ്നറ്റോമീറ്റർ വെച്ച് അളന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പൊളാരിറ്റി ആൾട്ടർനേറ്റിംഗ് ആയിട്ട് റിവേഴ്സ് ചെയ്യുന്നു. നോർമൽ പൊളാരിറ്റി, റിവേഴ്സ് പൊളാരിറ്റി, നോർമൽ പൊളാരിറ്റി, റിവേഴ്സ് പൊളാരിറ്റി. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, എപ്പോഴാണ് ഭൂമിയിൽ പൊളാരിറ്റി റിവേഴ്സൽ ഉണ്ടായത് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഓരടിയുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ജിയോ ഫിസിക്സ് ഉണ്ടാകും. ഞാൻ ചെറിയൊരു ടാൻജന്റ് എടുക്കോട്ടെ, ഞാൻ പഠിച്ച ഫീൽഡിൽ എന്താണെന്ന് പറയാനുള്ളത്. അപ്പോ അതിൽ ഒരു കാര്യമാണ് മാഗ്നറ്റിക് സർവേ. എന്താണ്, നമ്മൾ ഭൂമിയുടെ സർവേ ഞാനാണ്, ഞങ്ങൾ കുസാറ്റിക്കോടെ എടുത്തോളം നടന്ന സർവേയാണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, എവിടെയാണ് കുഴിക്കേണ്ടത്, മൈൻ ചെയ്താൽ എവിടെ നമുക്ക് മിനറൽസ് കിട്ടും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ്. കമ്മിയാൾക്ക് എല്ലാവർക്കും നമുക്ക് കുഴിക്കാൻ പറ്റുമല്ലോ, എക്കണോമിക്കലി വയബിൾ ആയ സ്ഥലങ്ങളിൽ നമുക്ക് കുഴിക്കാൻ പറ്റുള്ളൂ. അതറിയാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, മാഗ്നറ്റിക് സർവേ ഉപയോഗിക്കാം. റിസർച്ചിൽ ഭൂമിയെ പറ്റി മനസ്സിലാക്കാനും മാഗ്നറ്റിക് സർവേ ഉപയോഗിക്കാം. കോണ്ടിനെന്റ്സിൽ ഈസി ആയിട്ട് നടക്കുന്നത് നമ്മൾ അങ്ങ് എടുത്താൽ മതി. പക്ഷേ ഓഷ്യന്റെ കപ്പൽ വേണം. ഓക്കെ, കപ്പലിൽ പോയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഒരു കൺസെപ്ഷൻ ഫ്രണ്ടിലേക്ക് വരാം, ഒരു പ്രോബ്ലം നിങ്ങളുടെ ഫ്രണ്ടിൽ ഇടാം. നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചോളൂ. ഈ ടോക്ക് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കുറേ സ്ലൈഡ് അഡ്വാൻസ് ചെയ്യുമ്പോൾ ഞാൻ ഈ സ്ലൈഡിലേക്ക് തിരിച്ചു വരും. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റുമായിരുന്നെങ്കിൽ that will be great, right? നിങ്ങളെ തന്നെ ചാലഞ്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഇടുന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ ടോക്കിന്റെ അവസാനത്ത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് സയന്റിസ്റ്റുകളെ കുഴപ്പിച്ചൊരു കോണ്ടറാണ്. അത്ര അന്നത്തെ കാലത്ത് അവർക്ക് യാതൊരു ഐഡിയ ഇല്ല ഇത് എങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊരു കടലിന്റെ അടിത്തട്ടാണ് ഫിക്ചറിൽ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഓക്കെ, ബ്ലാക്ക് ഇതിൽ കാണിച്ചിരിക്കുന്ന റിവേഴ്സ് പൊളാരിറ്റി, ഇപ്പൊ ഭൂമിയിൽ എങ്ങനെ ഇരിക്കുന്നു അതിന്റെ ഓപ്പോസിറ്റ് പൊളാരിറ്റി. വൈറ്റിൽ കാണിച്ചിരിക്കുന്ന നോർമൽ പൊളാരിറ്റി. ഓക്കെ, ഹൈലി ഇറഗുലർ ആണ്, സിമെട്രിക്കൽ ആണ്. ഓക്കെ, കടലിന്റെ നടുക്ക് നിന്ന് കണക്ക് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് സിമെട്രിക് ആയിട്ട് പൊളാരിറ്റി, നോർമൽ പൊളാരിറ്റി, റിവേഴ്സ് പൊളാരിറ്റി ഇറഗുലർ ആയിട്ടുള്ള എക്സ്റ്റെന്റിൽ കാണപ്പെടുന്നു. ഓക്കെ, ഇത് മനസ്സിലായോ? റൈറ്റ്, ഇത് കാരണം എന്താ അറിയില്ല, സയൻസിന് അറിയില്ലായിരുന്നു. ഇത് കണ്ടുപിടിച്ചു. എന്താ കണ്ടുപിടിക്കുന്ന കാരണം 2ാം മഹായുദ്ധം കേട്ടോ. 1930 വെക്ടറിന് ശേഷം 1938 2ാം മഹായുദ്ധം തുടങ്ങിയാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം, അപ്പൊ പിന്നെ അടുത്ത രാജ്യങ്ങളിൽ പോയി മോണിറ്റർ ചെയ്യണം, വിടണം, അങ്ങനെ പല പരിപാടികളുണ്ട്. അതിനോട് എന്ത് ചെയ്യണം, ഭൂമിയെ പറ്റി പഠിക്കണം അല്ലെ, ഭൂമിക്ക് അപ്പൊ അല്ലെങ്കിൽ ഒന്നും നടക്കില്ലല്ലോ. അപ്പൊ അന്തർവാക്യം കൊണ്ട് പോകണം, അങ്ങനെ പല പരിപാടിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ പഠിച്ചത്. അപ്പൊ ഈ പുതിയ പുതിയ ഡേറ്റാസ് എടുക്കുമ്പോൾ എന്ത് അറിയത്തില്ല, ആർക്കറിയില്ല, ശാസ്ത്രജ്ഞർക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ല, കോൺട്രാക്ട് നിലനിൽക്കുവാണ്. ഈ ടോക്ക് അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം പറയാൻ സാധിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ വീണ്ടും 2ാം ലോക മഹായുദ്ധം, അന്തർവാഹിനി പോകണം, യുദ്ധം ചെയ്യണം. നമ്മൾ എന്ത് ചെയ്തു തുടങ്ങി, സോണാർ. എന്താണ് സോണാർ? എക്കോ ഇട്ടത് അല്ലേ, അറിയാം, എല്ലാവരും കേട്ടിട്ടുണ്ട്. വളരെ സിമ്പിൾ ഫിലോസഫി. ബാറ്റ്സ്, നമ്മുടെ ബാറ്റ്സ്, തിമിംഗലമാണോ ഡോൾഫിനാണോ അല്ലെ, ഡോൾഫിനൊക്കെ നാവിഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എക്കോ സൗണ്ടിങ് ഉപയോഗിച്ചാണ്. സെയിം സാധനം. ഷിപ്പിന്റെ ഹള്ളിൽ മൾട്ടിപ്പിൾ ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് നമ്മൾ ഭൂമി ഇങ്ങനെ മാപ്പ് ചെയ്ത് പോവാണ്. ഓക്കെ, എവിടെ, കടലിന്റെ അടുത്താണ്. നമുക്ക് ഇപ്പോഴും വലിയ വ്യക്തത അറിവൊന്നുമില്ല, ഏകദേശം ധാരണ ഉണ്ട് ഇപ്പോൾ, പക്ഷെ അന്ന് ഒട്ടും അറിയില്ല.
കടലിന്റെ അടി എന്താണെന്ന് ഒരു ധാരണയില്ല കേട്ടോ. ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് സയന്റിസ്റ്റുകൾ, പക്ഷെ ഫണ്ടിങ് കിട്ടാൻ പാടാണ്. പക്ഷെ യുദ്ധമാണെങ്കിൽ ഇഷ്ടംമാതിരി ഫണ്ടിങ് കിട്ടും. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. യുദ്ധമാണെങ്കിൽ ഇഷ്ടംമാതിരി ഫണ്ടിങ് ആണ്. ഡിഫൻസ് ബഡ്ജറ്റൊക്കെ നന്നായിട്ടുണ്ട്, റിസർച്ചിന് അത്രയില്ല. ഓക്കെ, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. യുദ്ധത്തിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ് ഫിസിക്സിനും മസ്റ്റ് സയൻസ് ഫീൽഡുകൾക്ക് കൊണ്ടുവരുന്നുണ്ട്. ആക്ച്വലി അതൊരു നല്ലൊരു കാര്യമല്ല, പക്ഷെ അതാണ് സത്യം. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യയുടെ ഒരു കപ്പലാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. ഇപ്പൊ യുദ്ധത്തിന് വേണ്ടിയാണ്. എക്കണോമിക്കൽ എക്സ്പ്ലോറബിൾ സോൺ EEZ എന്ന് പറഞ്ഞാൽ 300 നോട്ടിക്കൽ മൈൽ ഇന്ത്യയുടെ തീരത്തുനിന്നുള്ള എല്ലാ കടലിലെ റിസോഴ്സസും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതറിയാൻ വേണ്ടി നമുക്കൊരു കപ്പലുണ്ട്. ഈ കപ്പൽ 1 മാസം പോലുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അന്ന് ഞങ്ങൾ ചെയ്ത പരിപാടി ഇത് തന്നെയാണ്. MS എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് കുസാറ്റി പഠിച്ച ഞങ്ങളുടെ ഭാഗ്യമുണ്ട്. ഒരു മോട്ടിവേഷൻ ആയിട്ട് ഇരിക്കട്ടെ. അപ്പോ ഇരിക്കുന്ന സാധനം ആണ് എന്താ എക്കോ സൗണ്ടിങ്ങിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ആണിത്. കപ്പലിന്റെ അടിയിലുണ്ടാകുന്നത് കൂടാണ്. അതായത് എഞ്ചിനീയേഴ്സ് ഡിപ്ലോയ് ചെയ്യുന്ന വേണ്ടിയാണ് കാണുന്നത്. ആ ടെതറിന് കെട്ടി കടലിലേക്ക് ഇട്ടിട്ട് കടലിന്റെ ആഴവും ടോപ്പോഗ്രഫി അളക്കുന്നു. അപ്പൊ അത് മോണിറ്റർ ചെയ്യാൻ ഡേറ്റ ക്വാളിറ്റി എൻഷർ ചെയ്യാനുള്ളതായിരുന്നു ഞങ്ങളുടെ പരിപാടി. ഞങ്ങൾ 1 മാസം കപ്പലിൽ പോയി സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ചു. ഫുൾ ബാത്ത് ഉണ്ടായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു, 5 സ്റ്റാർ ട്രീറ്റ്മെന്റ് ആയിരുന്നു, സ്വന്തമായിട്ട് AC റൂം ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഡോൾഫിൻസിനെ കണ്ടു. ഡോൾഫിൻസ് വണ്ടിയുടെ ഷിപ്പിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു 5-8 പുറത്താണ് ഇങ്ങനെ പോകുന്ന കണ്ടു. പറക്കുന്ന മീനെ കണ്ടു. ബയോലുമിനസെൻസ് കണ്ടു. പറക്കുന്ന മീൻ ഷിപ്പിലേക്ക് തന്നെ പറന്നു വന്നു. മോട്ടിവേഷൻ. ഓക്കെ, മോട്ടിവേഷൻ ടു സ്റ്റഡി ജിയോഫിസിക്സ്. ഞാൻ ജിയോഫിസിക്സ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഞാനൊരു നല്ല സെയിൽസ്മാൻ ആണെന്ന് നമുക്കിതിന്റെ അവസാനം ഒരാളെങ്കിലും കൈവയ്ക്കാൻ ഞാൻ നല്ല സെയിൽസ്മാൻ ആണെന്ന് വിശ്വസിക്കാൻ വേണ്ടി പോകും കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ സർവേ എടുത്ത് വന്ന സാധനമാണ് ദേ കാണുന്നത്. ഇതാണ് നമ്മുടെ ഭൂമിയുടെ കടലിന്റെ ടോപ്പോഗ്രഫി. ഓക്കെ ഓക്കെ, ഇവിടെ കുറച്ച് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ. നോക്കാം, നമ്മുടെ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്, കടലിന്റെ നടുക്ക് ഒരു മല. എന്നാ വലിയ മല. 2 കോണ്ടിനെന്റ്സും കഴിഞ്ഞിട്ട് നമുക്ക് നീണ്ടു പോവാം. ഇന്ത്യക്ക് അവിടെ ഒരു മലയുണ്ട്. ഇന്ത്യയുടെ ഈസ്റ്റ് സൈഡും വെസ്റ്റ് സൈഡും സൗത്ത് വെസ്റ്റ് ഇന്ത്യൻ റിഡ്ജ്, സൗത്ത് ഈസ്റ്റ് ഇന്ത്യൻ റിഡ്ജ്, പിന്നെ പസഫിക് ഓഷൻ ഉണ്ട്, പസഫിക് അറ്റ്ലാന്റിക് റിഡ്ജ് അല്ലെ. പസഫിക് അന്റാർട്ടിക് റിഡ്ജ്. അപ്പൊ ഇങ്ങനെ കുറെ റിഡ്ജസ് ഉണ്ട്. ഇതിനെ നമ്മൾ എന്താ പറയുന്നത് അറിയോ? ഇത് നമ്മൾ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയും. ഇങ്ങനെ ഒരു മലകൾ നമ്മൾ കാണാം. റൈറ്റ്, നമ്മളിങ്ങനെ സമയം എടുത്ത് പോവാണ്, അപ്പോഴാണ് നമ്മളിത് കാണുന്നത്. ആക്ച്വലി നമുക്ക് പിന്നെ നമ്മൾ കാണുന്ന ട്രെഞ്ചുകളാണ്. അതായത് ജപ്പാനിൽ എടുത്തത് മരിയാന ട്രെഞ്ച് ഉണ്ട്, ഇവിടെ ഫിലിപ്പീൻസിൽ എന്താണ് ജാവ ട്രെഞ്ച് ഉണ്ട്. റൈറ്റ്, അപ്പൊ ഇവിടെയാണ് നമ്മൾ സുനാമി 2004 എവിടെ ഉണ്ടായാലും ജാവ ട്രെഞ്ച് അല്ലേ, സുമാത്ര. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ ട്രെഞ്ചുകളൊക്കെ കാണുവാണ്. ഇതിന് ഉത്തരവില്ല. എങ്ങനെയാണ് ഇതുണ്ടായത്? ഒരേ ഐഡിയ. കടൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ്. നമ്മൾ വിചാരിച്ചിങ്ങനെ കടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടുത്തിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് അല്ലല്ല, ഭയങ്കര കോംപ്ലക്സ്. അപ്പൊ ഇതിന് ഉത്തരവില്ല. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഒരു അമേരിക്കൻ US നേവി ഓഫീസറാണ് ഹാരി ഹസ്. 1906 1969 മരിച്ചു. 1962 അദ്ദേഹം ഒരു തിയറി മുന്നോട്ട് വെക്കുകയാണ്. ഹാരിയസ് മോഡൽ ഓഫ് മാറ്റിക് കൺവെൻഷൻ അല്ലെങ്കിൽ C4 സ്പ്രെഡ്. അദ്ദേഹം പറയുകയാണ്, ഇതാണ് അദ്ദേഹത്തിന്റെ മോഡൽ. ഓക്കെ, ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജ് ഉണ്ടാകുന്ന ഇങ്ങനെയാണ്. അതായത് ഭൂമിയുടെ അടിയിൽ ക്രസ്റ്റിന് താഴെ 2 പ്ലേറ്റ് കൂടി ചേരുന്നിടത്ത് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. എന്നിട്ട് സോൾഡിഫൈ ചെയ്ത് എന്താവുന്നു? റോക്ക് ആവുന്നു. ഓക്കെ, അങ്ങനെ എന്തുണ്ടാവുന്നു? ഓഷ്യാനിക് ക്രസ്റ്റ് പുതിയതുണ്ടായി വരിക. റൈറ്റ്, ഓഷ്യാനിക് ക്രസ്റ്റ് പുതിയതുണ്ടായി. എവിടെ ഉണ്ടാവുന്നത്? ആ മലകളിൽ, ആ നടുക്കാണ് വലിയ മലകളിൽ. എന്നിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, എവിടെയെങ്കിലും പോയി അവസാനിക്കണമല്ലോ. ഇത് അനന്തമായിട്ട് ഉണ്ടാകാൻ പറ്റില്ലല്ലോ. അവസാനിക്കുന്നത് എവിടെയാണ്? കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും മീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഓഷ്യാനിക് ക്രസ്റ്റ് എങ്ങോട്ട് പോകുന്നു? താഴേക്ക് പോകുന്നു. കാരണം എന്താ? ഡെൻസിറ്റി കൂടുതലാണ് ഓഷ്യാനിക് ക്രസ്റ്റ് അല്ലേ. അതുകൊണ്ട് താഴേക്ക് വന്നു. അതിനെ വിളിക്കുന്നത് നമ്മൾ ട്രെഞ്ചുകൾ. മരിയാന ട്രെഞ്ച് ലോകത്തെ ഏറ്റവും താഴ്ന്ന ട്രെഞ്ച് അല്ല മരിയാന ട്രെഞ്ച് അല്ലെ. ഹിമാലയത്തേക്കാൾ ആഴോട്ടം ഇത് തോന്നുന്നു. അപ്പൊ ഇതൊക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇത് കണ്ടു നമ്മൾ ട്രെഞ്ചുകൾ എങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ ഒരു മോഡൽ മുമ്പോട്ട് വരുന്നു. ഡ്രൈവിംഗ് മെക്കാനിസം എന്താണെന്നാണ് ആർക്കറിയാവുന്നത്? വെക്ടർ അറിയാതിരുന്നത്. ഡ്രൈവിംഗ് മെക്കാനിസം എന്താ? മാഗ്മയുടെ അക്വലി ഒരു കൺവെയർ ബെൽറ്റ് പോലെ. നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ഒരു സർക്കുലർ മോഷൻ മാഗ്മയുടെ. അതിങ്ങനെയാണ്. ഇവിടെ മാഗ്മ കയറുന്നു, എന്നിട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോകുന്നു. ചൂട് കൊണ്ടാണ്, എന്താ പറയാ, കൺവെക്ഷൻ. വെള്ളമൊക്കെ തിളപ്പിക്കുമ്പോൾ സെയിം സാധനം ഭൂമിക്കുള്ളിലാണെന്നുള്ളൂ. അത് ഒരു മെക്കാനിസം. രണ്ടാമത്തെ മെക്കാനിസം, ഇവിടെ പുതിയ റോക്ക് ഫോം ചെയ്ത് കഴിയുമ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ആവുമല്ലോ, അത് ഇരിക്കാൻ സാധനമാണ്. അത് രണ്ടാമത് റിഡ്ജ് പുഷ്. പിന്നെ മൂന്നാമത്തത് ഈ സപ്രഷൻ നടക്കുന്ന സ്ലാബ് ഇങ്ങനെ താഴെ പോയി മെൽറ്റായി വരുവാണ്. ചൂട് കൂടുന്നവരും മെൽറ്റാണ്, താഴെ പോകുമ്പോൾ ചൂടാ. ആ മെൽറ്റായി പോകുന്നതിന് മുമ്പ് കുറച്ച് ഭാഗം തൂങ്ങി കിടക്കും കണ്ടില്ലേ അവിടെ. ആ തൂങ്ങി കിടക്കുന്നതിന് എന്തുണ്ട്? ഗ്രാവിറ്റി ഉണ്ട്, വെയിറ്റ് ഉണ്ട്. അത് വലിക്കുന്നതാണ് മൂന്നാമത്തെ മെക്കാനിസം.
അങ്ങനെ 3 മെക്കാനിസം ഫോർവേഡ് ചെയ്തു. ഫിസിക്സുകാർക്ക് ഇഷ്ടപ്പെട്ടു, ജിയോളജിക്കാർക്ക് ഇഷ്ടപ്പെട്ടു, ജിയോഫിസിക്സുകാർക്ക് ഇഷ്ടപ്പെട്ടു, പ്ലേറ്റ് ടെക്ടോണിക്സ് ഉണ്ടായി. പ്ലേറ്റ് ടെക്ടോണിക്സ് ഒരു ഹൈപ്പോത്തസിസിൽ നിന്ന് അന്ന് ഒരു തിയറിയായി. ഓക്കെ, ഇത് മാത്രമല്ല എവിഡൻസ്, മറ്റു പല എവിഡൻസ് ഉണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, എങ്ങനെയായിരിക്കാം ആ മാഗ്നറ്റിക് അനോമലി സിമെട്രിക്കലായിട്ട് ഓഷ്യാനിക് ബ്രിഡ്ജിന്റെ രണ്ട് സൈഡിലാണ് അത് കാണുന്നത് സിമെട്രിക്കലായിട്ട്. നിങ്ങളോട് ചോദിച്ച ചോദ്യം ഓർക്കുന്നുണ്ടല്ലോ, എങ്ങനെയായിരിക്കാം? ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റും? ടേക്ക് ഇറ്റ് ക്യാഷ്, നോ പ്രോബ്ലം. തെറ്റിയാലും കുഴപ്പമില്ല, ഞാൻ കളിയാക്കില്ല, ആരും കളിയാക്കില്ല എന്ന് വിശ്വസിക്കാം. പറ്റില്ല? ഓക്കെ, ഞാൻ പറയാം. അവസാനത്തെ അവസരമാണ്. ഓക്കെ, നമ്മള് മാഗ്മ പോകുന്നു. എവിടെ നിന്നാണ്? അവിടെ വന്നിട്ട് സോൾഡിഫൈ ചെയ്ത് റോക്ക് ആവുന്ന സമയത്ത് പൊളാരിറ്റി എന്താ? ആ പൊളാരിറ്റിയിൽ അത് അലൈൻ ചെയ്യുന്നു. ഓക്കെ, കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഓഷ്യാനിക് ക്രസ്റ്റ് അവിടെ മൂവ് ചെയ്ത് പോകുന്നു. പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നു. ആ പൊളാരിറ്റി അവിടെ വരുന്നു. റൈറ്റ്? അപ്പൊ ഇങ്ങനെ അൾട്ടർനേറ്റിംഗ് പാറ്റേൺസ് രണ്ട് സൈഡിൽ, അതാണ് സീ ഫ്ലോർ സ്പ്രെഡിങ്ങിന്റെ ഏറ്റവും വലിയ എവിഡൻസ്. ഇത് വേറെ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ടുപിടിച്ചത് ജിയോളജിസ്റ്റായ ഫ്രെഡറിക് വൈനും ബ്രമൺ മാത്യൂസുമാണ്, ക്യാമ്പ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ്. ഓക്കെ, ഇങ്ങനെ വന്ന് പ്ലേറ്റ് ടെക്ടോണിക്സിന് ഓവർവെൽമിംഗ് ആയ എവിഡൻസ് കിട്ടുന്നു. ഇത് മാത്രമല്ല, വീണ്ടും ഉണ്ട് എവിഡൻസ്. ഏജ് ഓഫ് ഓഷ്യൻ ഫ്ലോർ. ഈ ഓഷ്യൻ ഫ്ലോർ ഉണ്ടാകുന്നത് മിഡ് അറ്റ്ലാന്റിക് റിച്ചിലാണെങ്കിൽ അവിടെ ഓൾഡ് ഏജ് കുറവായിരിക്കുമല്ലോ. കോണ്ടിനെന്റിന് അടുത്ത് ഏജ് കൂടുതല, കാരണം ഉണ്ടായിട്ട് ഇങ്ങനെ പോലെ, അപ്പോൾ ഏജ് കൂടും. അപ്പൊ അത് മില്യക്കണക്കിന് വർഷം ഉണ്ട്. ചെറിയ പരിപാടിയൊന്നും ഇല്ല, പതുക്കെ ഉണ്ടാകുന്നത്. നമ്മൾ ചെറിയൊരു ടൈം സ്കെയിലാണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഏജ് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി മിഡ് അറ്റ്ലാന്റിക് റീജിയനാണ് റോക്സിന് ഏജ് കുറവ്. മറ്റൊരു എവിഡൻസ്, മൂന്നാമത്തെ എവിഡൻസ് ആണ് എർത്ത് ക്വേക്സിന്റെയും വോൾക്കാനോസിന്റെയും പൊസിഷൻ. എവിടെ എർത്ത് ഉണ്ടാകുന്നത്? മിഡ് ഓഷ്യാനിക് റീജിയൻ ഉണ്ടാകുന്നുണ്ട്, സബ്ഡക്ഷൻ സോൺ ഉണ്ടാകും. കൃത്യമായിട്ട് മാപ്പ് ചെയ്തേക്കുന്നുണ്ടോ? മിഡ് ഓഷ്യാനിക് റീജിയൻ കൃത്യമായിട്ട് മാപ്പ് ചെയ്തേക്കുക. വേഗം നോക്കും, കൃത്യമായിട്ട് മാപ്പ് ചെയ്യുക. അടുത്ത എവിഡൻസ് ഓവർവെൽമിംഗ് അമൗണ്ട് ഓഫ് എവിഡൻസ്. പിന്നെ ഒന്നുമില്ല, തിയറി അപ്സെറ്റ് ആകും. ഓക്കെ, ഇവിടെ ഉണ്ട് എന്റെ ജനറൽ ടോക്ക് ഞാൻ തീർക്കുകയാണ്. ഇതാണ് പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ അടിസ്ഥാന തത്വങ്ങൾ. വളരെ ബേസിക് ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമ്മൾ വളരെ ജനറൽ ആയിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്, എന്റെ PhD എന്താണ്, നമ്മൾ അതിലേക്കൊക്കെ കണക്കാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ. ഞാൻ മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഈ എർത്ത് വേഴ്സിനെ പറ്റി പഠിക്കുന്നതാണ് എന്റെ പരിപാടി. ഞാൻ പഠിക്കുന്ന കാര്യം സൈസ്മോളജി എന്ന ഫീൽഡാണ്. ഭൂമിയിലുണ്ടാകുന്ന ഭൂമികളെ പറ്റി പഠിക്കുന്ന ഫീൽഡാണ് സൈസ്മോളജി. ഓക്കെ, ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ റെക്കോർഡ് ചെയ്ത് ഇറക്കി വയ്ക്കുന്ന ഒരു മാപ്പിൽ പ്ലോട്ട് ചെയ്തേക്കുന്നതാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന എവിടെയാണ്? US അലാസ്ക എന്ന സ്ഥലത്താണ്. അതുകൊണ്ടാണ് അലാസ്ക ഫോക്കസ് ആയിട്ടുള്ള മാപ്പ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കാണാം സബ്ഡക്ഷൻ സോൺ കാണാം. അലാസ്ക എടുത്ത് സബ്ഡക്ഷൻ സോൺ ഉണ്ട് കേട്ടോ. ഭയങ്കര സബ്ഡക്ഷൻ സോൺ ആണ്. വലിയ എർത്ത് ഉണ്ടാകും. ജപ്പാനെ പോലെ തന്നെ ഭയങ്കര സൈസ്മിക്കലി ആക്റ്റീവാണ്. അവിടെ ജനങ്ങൾ കുറവായതുകൊണ്ട് ആരുമായി നിലനിർത്താം. ഭയങ്കര എർത്തേക്ക്. അപ്പോൾ അവിടെ കാണാം എർത്തേക്കുകൾ കാണാം, ഓഷ്യാനിക് റിച്ചുകൾ കാണാം, സബ്ഡക്ഷൻ സോൺ കാണാം. ഓക്കെ, അപ്പോൾ ഇതേപറ്റിയൊക്കെ പഠിക്കുകയാണ് നമ്മുടെ പരിപാടി. ഇങ്ങനെയാണ് എർത്ത് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന റെക്കോർഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പേര് സൈസ്മോമീറ്റർ. ഇത് പണ്ടത്തെ ഇൻസ്ട്രുമെന്റ് ആണ്. ഈ പേപ്പറിലൊക്കെ വരച്ചാണ് പോകുന്നത് ഭൂമി വിൽക്കുന്നതനുസരിച്ച്. ഇപ്പൊ അതല്ല, ഇപ്പോൾ ഡിജിറ്റലാണ് ഉള്ള പരിപാടി. കാന്തത്തിൽ ഇട്ടിട്ട് കാന്തത്തിൽ അവിടെ ഇങ്ങനെ പോയി സസ്പെൻഡ് ചെയ്ത് നിർത്തും. അപ്പോൾ കാന്ത എങ്ങനെ ചെയ്യുന്നു, ബേസിക് പ്രിൻസിപ്പിൾസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പക്ഷേ കോംപ്ലക്സ് ഇൻസ്ട്രുമെന്റ് ആണ്. ഞാൻ ബേസിക് പറഞ്ഞത് വേറെ. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഭയങ്കര കോംപ്ലക്സ് ആണ് ഇൻസ്ട്രുമെന്റ്. ഇങ്ങനെയാണ് അടുത്തേക്കിരിക്കുന്നത്. പിന്നെ ഭൂമിയുടെ ഇന്റേണൽ സ്ട്രക്ചർ നമ്മൾ അറിയുന്നത് സൈസ്മോളജി കൂടെയാണ്. ഭൂമിയുടെ കോറുണ്ട്, അസ്തമോസ്ഫിയറുണ്ട്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ സൈസ്മോളജിയിൽ ഭൂമിക്കുള്ളിലൂടെ എങ്ങനെ വേവ് പാസ് ചെയ്യുന്നത് മനസ്സിലാക്കിയതിന് ശേഷം അതെടുത്ത് ഇൻവേർഷൻ നടത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഭൂമിയുടെ ലെയറുകൾ എങ്ങനെയാണെന്ന് അറിയാം. അത് തിയററ്റിക്കൽ സൈസ്മോളജിയാണ്. ഇതൊന്നും അല്ല ഞാൻ പഠിക്കുന്നത്. ആക്ച്വലി ഇതൊന്നും അല്ലാതെ മറ്റൊരു ഫീൽഡാണ്. സൈസ്മോളജി തന്നെ മറ്റൊരു ഫീൽഡാണ്, എൻവയോൺമെന്റൽ സൈസ്മോളജി. അതായത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ വ്യതിയാനം ഭൂമിയുടെ പ്രകമ്പനങ്ങളിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രൊജക്ട്. ഓക്കെ, അതൊന്നാമത്തെ പ്രൊജക്ട്. രണ്ടാമത്തെ പ്രൊജക്ട് ഗ്ലേഷ്യർ ക്വേക്സ്, അതായത് ഹിമപാളികൾ ഉരുകുമ്പോൾ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ എങ്ങനെ മാറി എന്ന് പഠിക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം കഴിയാറായി. അതൊക്കെ രണ്ടാമത്തെ പ്രൊജക്ട്. മൂന്നാമത്തെ പ്രൊജക്ട് ഇതുവരെ ഇൻവോൾവ് ആയിട്ടില്ല. ഓക്കെ, സോ
ഇനി ഞാൻ നിങ്ങളോട് ചെറിയ കഥ, ഒരു അമേരിക്കയിലെ ഒരു പട്ടണത്തിന്റെ കഥ എന്ന് പറയുന്നത്, ചെറിയൊരു പട്ടണത്തിന്റെ കഥ. പട്ടണത്തിന്റെ പേര് വിറ്റിയർ. അലാസ്കയിൽ, സൗത്ത് അലാസ്കയിൽ കാണുന്ന ഒരു ചെറിയ പട്ടണം. ഈ പട്ടണത്തിൽ വെച്ചാൽ ആൾക്കാർക്ക് താമസിക്കുന്നതിനാണ് കോൾഡ് വന്ന സമയത്ത് റഷ്യ മോണിറ്റർ ചെയ്യാനും പിന്നെ ഓയിൽ ട്രാൻസ്പോർട്ടേഷനും മറ്റു ഷിപ്പിംഗ് ട്രാൻസ്പോർട്ടേഷനൊക്കെയാണ്. ഇതൊരു ബേ ആണ്, 2 വലിയ വനനിരകൾക്കിടയിലെ ചെറിയൊരു ബേ. അപ്പൊ ഇവിടെ എത്തിച്ചേരാൻ നമുക്ക് റോഡ് മാർഗം ബുദ്ധിമുട്ടാണ്. കാരണം 2 വലിയ മരങ്ങൾക്ക് ഇടയാണ്. അവിടെ പെർമനന്റ്ലി താമസിക്കുന്നത് 240 പേര് മാത്രം, വെറും 240 പേര്. അവരെല്ലാവരും താമസിക്കുന്ന ആ ഒരൊറ്റ ബിൽഡിംഗ്, ആ റൈറ്റ് സൈഡിൽ ഒരൊറ്റ ബിൽഡിങ്ങിന് അവർക്കുള്ള സ്കൂള്, മറ്റ് ആശുപത്രികൾ, സകലമായ സംവിധാനങ്ങളും ആ ഒരൊറ്റ ബിൽഡിംഗ്. അങ്ങനെ വളരെ പെക്യുലർ ആയിട്ടുള്ള, വളരെ എക്സോട്ടിക് ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൗണാണ് വിറ്റിയർ. ഓക്കെ, വിറ്റിയറിൽ എത്തണമെങ്കിൽ ഒരു ട്രെയിൻ മാത്രം കടന്നു പോകുന്ന ഒരു തുരങ്കത്തിലൂടെ പോകണം. ട്രെയിൻ പോകുമ്പോൾ കാർ പോകില്ല, കാർ പോകുമ്പോൾ ട്രെയിൻ പോകില്ല. അങ്ങനെ വളരെ നാരോ ആയിട്ടുള്ള നോർത്ത് അമേരിക്കയിൽ ഏറ്റവും വലിയ തുരങ്കത്തിലൂടെ കടന്നു പോയാണ് നമ്മൾ എവിടെ ചെല്ലുന്നത്, വിറ്റിയർ എത്തുന്നത്. 4 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇത് അവിടുത്തെ ഒരു ബാരക്സ് ആണ്, ആർമി ബാരക്സ് ആണ്. ഇപ്പൊ അത് അബാൻഡൻ ചെയ്തേക്കാണ്. ഇപ്പൊ അങ്ങനെ ഇരിക്കില്ലല്ലോ, ഗോൾഡ് വാറില്ലല്ലോ, അതെല്ലാം നശിച്ചു പോയി സ്മൂക്കി പ്ലേസ് ആണ് ഇപ്പൊ അവിടെ ഇരിക്കുന്നത്. റൈറ്റ്, ഓക്കെ. ഈ വിറ്റിയറിൽ വിന്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. അസ്കാലിൽ ഫുൾ തണുപ്പുള്ള സ്ഥലമാണ്. വിറ്റിയർ വളരെ റിമോട്ടാണ്, അവിടെ ഭയങ്കര തണുപ്പാണ്, കാറ്റാണ്, വിൻഡിയാണ്. തണുപ്പിനേക്കാളും പ്രശ്നം വിൻഡാണ് കേട്ടോ. തണുപ്പിന് -10 ആണെങ്കിൽ അതിൻ്റെ കൂടെ കാറ്റുകളുണ്ടെങ്കിൽ -30 പോലെ തോന്നും. ഓക്കെ, -40, -35 തണുപ്പാണ്. കാറ്റില്ലെങ്കിൽ അത് എളുപ്പമാണ്, അത് സർവൈവ് ചെയ്യും. കാറ്റാണ് പ്രശ്നക്കാരൻ. ഇവിടെ ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഇവിടെ ടിവിക്കൊക്കെ അതിരൂഷമാണ്, അവിടെ ആരും വരില്ല. സമ്മർ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ. റൈറ്റ് സൈഡ് കാണാം. ഈ പിക്ചർ അത്ര ജസ്റ്റിസ് വച്ചിരുന്നില്ല, നല്ല ബ്യൂട്ടിഫുൾ ആണ്. അത് കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വലിയ ക്രൂയിസർ ഷിപ്പുകളിൽ എവിടെ വരും, വിറ്റിയറിന്റെ തീരത്ത് വന്ന് അടുക്കും. പക്ഷെ വിറ്റിയറിന് ഒരു പ്രശ്നമുണ്ട്. വിറ്റിയറിന്റെ അടുത്ത് ഇങ്ങനെ ഒരു മലയുണ്ട്. ഇതിനെ പറയുന്നത് ഫ്യോഡ് എന്നാണ്. ഫ്യോഡിന് വലിയ മലയുടെ ഇടയ്ക്ക് കടലാണ് കാണുന്നത് കേട്ടോ. അത് നല്ല താഴമുണ്ട്. ഈ പിക്ചർ കണ്ട ഒരു ലേക്ക് പോലൊക്കെ തോന്നും, പക്ഷെ അത് കടലാണ്. ഓക്കെ, ആ മല ഇടിഞ്ഞു വീഴാൻ പോവാണ്. എപ്പോൾ ഇടിഞ്ഞു വീഴുമെന്ന് നമുക്കറിയില്ല എന്നാണ് ജിയോളജിസ്റ്റുകളുടെ പഠനത്തിന് ശേഷം പറയുന്നത്. അങ്ങനെ ഇടിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ ഒരു സുനാമി ഉണ്ടാവും. അങ്ങനെ സുനാമി ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിറ്റിയർ മുഴുവൻ ഒലിച്ചു പോകും. അപ്പോൾ അവിടെ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ 1000 ജീവൻ നഷ്ടപ്പെടും, അല്ലെങ്കിൽ 200 കണക്കിന് ജീവൻ നഷ്ടപ്പെടും. വളരെ ഇമ്മിനൻ്റ് ആയിട്ടുള്ള ഡേഞ്ചറാണ്. സമ്മറിലാണ് കൂടുതൽ ലാൻഡ്സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യത. അതുകൊണ്ട് കൂടുതൽ ജീവനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ലാൻഡ് സ്ലൈഡ് മോണിറ്റർ ചെയ്യുക എന്നൊരു പ്രൊജക്ട് എൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഓക്കെ, ഈ ലാൻഡ് സ്ലൈഡ് മോണിറ്റർ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ പോയി ഞങ്ങൾ സൈസ്മോളജിസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ പല രീതിയിൽ നമുക്കിത് മോണിറ്റർ ചെയ്യാം. റിമോട്ട് സെൻസിങ് നടത്തി സാറ്റലൈറ്റ് വഴി ഇങ്ങനെ നോക്കി പോവാം. പിന്നെന്താ ഗ്ലേഷ്യേഴ്സിനെ പഠിക്കുന്ന ഗ്ലേഷ്യോളജിസ്റ്റുകൾ നോക്കി പോകും. പിന്നെ പാറകളെ പറ്റി പഠിക്കുന്ന ആൾക്കാർ, അവരുടെ കാര്യം. പിന്നെ ലാൻഡ് സ്ലൈഡിനെ പറ്റി അതിനു വേണ്ടി തന്നെ സയന്റിസ്റ്റുകളുണ്ട്, ലാൻഡ് സ്ലൈഡ് സയന്റിസ്റ്റുകൾ. ഓക്കെ, അപ്പൊ നമ്മൾ സൈസ്മോളജിസ്റ്റുകളാണ്. നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്, ഇതിൽ നിന്ന് വരുന്ന പ്രകമ്പനങ്ങൾ എന്താണ്, ലാൻഡ് സ്ലൈഡിൽ നിന്ന് വരുന്ന പ്രകമ്പനങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. എൻ്റെ പ്രൊജക്റ്റ് അല്ല, എൻ്റെ സാറ്, എൻ്റെ പ്രൊഫസർ, എൻ്റെ അഡ്വൈസറും വേറെ ഒരു PhD സ്റ്റുഡൻ്റ് ആണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു ഫീൽഡ് വർക്കിന് വേണ്ടി പോയത് സെല്ലിങ്ങിന് വേണ്ടി, എൻ്റെ ഫീൽഡിനെ സെല്ല് ചെയ്യാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കൂടെ കാണിക്കാം. ഓക്കെ, അതോടെ നമ്മുടെ ടോക്ക് ഇവിടെ തീരും. പിന്നെ എന്ത് ചോദ്യം ഉണ്ടെങ്കിൽ, അതായത് ഞാൻ എങ്ങനെ ഇവിടെ പോയി, അവിടെ പോയി, എങ്ങനെ അവിടെ ചെന്നു എന്നൊക്കെ എന്ത് ചോദ്യം ഉണ്ടെങ്കിലും ഉത്തരം പറയാം കേട്ടോ. ഇത് ചെറിയ വീഡിയോ ആണ്. ഓക്കെ, അത് ഞാൻ കണ്ടു. പ്രൊഫസർ ഗ്ലേഷ്യർ കേട്ടോ, വലിയ ഗ്ലേഷ്യറാണ്. ആ മലയുടെ ഇപ്പുറത്തെ സൈഡിൽ ഒരു വലിയ ഗ്ലേഷ്യറുണ്ട്. ഇതാ മലയുടെ തൊട്ട് ഫ്രണ്ടിലുള്ള ഗ്ലേഷ്യർ. ഇതിൻ്റെ ഈ മലയുടെ മേളിലാണ് ഗ്ലേഷ്യറിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ഇൻസ്ട്രുമെന്റ് വെക്കുന്നത്. ഞങ്ങൾ ആദ്യ ദിവസം പോയി ഭയങ്കര മഴയായിരുന്നു, അവിടെ കയറാൻ പറ്റില്ല, ഒരു രക്ഷയില്ലായിരുന്നു. തിരിച്ചു വന്നു ഇറങ്ങി. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റൂലായി, കുറേ പൈസ മുടക്കട്ടെ, ഹെലികോപ്റ്റർ ഓണൊക്കെ പോകാൻ ചർച്ച ചെയ്തിട്ട് ക്യാബിടെ വിഷമിച്ചിരിക്കുകയാണ്. മഴ മാറുന്നില്ല. അതൊരു കരടിയാണ്, അതിലൂടെ പോയപ്പോൾ കരടിയോട് ഓടിപ്പോയി ഒരു വീഡിയോ എടുത്താണ്. അവിടെ ബ്ലാക്ക് വേസ്റ്റ് ഇഷ്ടമായിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ എല്ലാ ദിവസവും ഞങ്ങളിങ്ങനെ ഈ ഷിപ്പ് കയറി പോയി നോക്കുക. അവിടെ വെതർ ക്ലിയർ ആയിട്ടുണ്ട്, നമുക്ക് പോകണം. ഒരുപാട് പൈസ ചാടുമല്ലോ. അപ്പം ഇതിന്
ഇതിനകത്ത് രസം ക്ലിയർ ആവുന്നില്ല, മറ്റേ നോക്കി ക്ലൗഡ്സ് ഭയങ്കര കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു ദിവസം ഒരു ചെറിയ ക്ലിയർ കിട്ടി. അപ്പം ഞങ്ങൾ പോയി അവിടെ ഇറങ്ങി. കാണാൻ പാടാണ് ഈ ഉയരത്തിൽ നോക്കുക, കാണാൻ കേൾക്കുന്നില്ല. ഒരു മാസം ഇഷ്ടമല്ല പുള്ളിക്ക് രാജ്യമില്ല. അത് ആ ഇൻസ്ട്രുമെൻ്റ് ആണ് കെട്ടി തൂക്കിയെടുക്കുന്നത്. അതിൻ്റെ അകത്ത് സാൻഡ് ബാഗുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ഫസ്റ്റാണ് അവിടെ തൂക്കി ഇറക്കിയത്. ഇതാണ് ഇൻസ്ട്രുമെന്റ് ലൊക്കേഷൻസ്, അതാണ് ഇൻസ്ട്രുമെന്റ്. ഇങ്ങനെയാണ് അതിൻ്റെ എന്താ പറയുക, ഇതൊരു ക്യാമ്പയിൻ മെഷർമെന്റ് ആണ്. പെർമനന്റ് ഇൻസ്റ്റാളേഷൻ അടുത്ത സമ്മർ പോയി തിരിച്ചെടുക്കണം, ഇതുപോലെ തന്നെ പോകണം. അപ്പോൾ ഇവിടെ എൻ്റെ ടോക്ക് തീരുവാണ്. ഇനി എന്തെങ്കിലും ചോദ്യം ചോദിച്ചോളൂ. ഓക്കെ.